ഞാൻ ബദർ യുദ്ധത്തെക്കുറിച്ചുള്ള ഒരു പുസ്തക വായനയിലാണ്. അതിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങളുമായി സംസാരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. റാൻഡമായി ഒരു പേജ് എടുത്തിട്ട് ഞാൻ വായിക്കുന്നതാണ്. നിങ്ങളുടെ നാഥനോട് നിങ്ങൾ സഹായം അപേക്ഷിക്കുന്ന സന്ദർഭം. അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്തു. നിശ്ചയം ഞാൻ നിങ്ങളെ ഒന്നിനു പിറകെ മറ്റൊന്നായി 1000 മാലാഖകളെ കൊണ്ട് സഹായിക്കുന്നതാണ്. അതിനെ, അതായത് സഹായത്തെ, അള്ളാഹു ഒരു സന്തോഷ വാർത്ത അല്ലാതെ ആക്കിയിട്ടില്ല. അതുകൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാകാനും സഹായം അള്ളാഹുവിൽ നിന്നല്ലാതെ ഇല്ല. നിശ്ചയം അള്ളാഹു പ്രതാപശാലിയും തത്വജ്ഞാനിയും ആകും. ലോകത്തെ ഏതു മതമെടുത്തു പരിശോധിച്ചാലും കള്ളത്തരങ്ങളുടെ ഒരു കൂമ്പാരമാണ് മതം. നമ്മളിപ്പോൾ ഡ്രാമ, സിനിമ ഒക്കെ കാണുമ്പോഴത്തേക്കും അതിശയോക്തി കലർത്തി കാര്യങ്ങൾ പറഞ്ഞാലാണ് മനുഷ്യർ രസിക്കുക, കാണുക, ഓർമ്മിക്കുക. അതുപോലെ തന്നെയാണ് മതവും. ഏതോ മതത്തിൻ്റെ കഥയെടുത്ത് പരിശോധിക്കും. ഇപ്പം മൂക്ക് തുമ്പിക്കയായി പോയ ഒരു ദൈവം വല്ലോ നടക്കുന്ന കാര്യമാണ്. 10 തലയുള്ള രാവണൻ, നടുക്ക് ഒരു തല, അപ്പുറത്ത് 4, ഇപ്പുറത്ത് 4, അല്ലെങ്കിൽ അപ്പുറത്ത് 5, അപ്പുറത്ത് ഒന്നുകിൽ 9 അല്ലെങ്കിൽ 11. കണക്കൊന്നും അറിയില്ല. അങ്ങനെ 10 തല. ഈ ആളുകളെ വിഡ്ഢിയാക്കുന്നത് പണ്ട് മനുഷ്യരുടെ ബുദ്ധി പരിണാമത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പണ്ടേ കഥകൾ ഇങ്ങനെ ഒരുപാട്. ഇന്ന് ഇതൊന്നും വിലപ്പോവില്ല. ഇന്നത്തെ ആധുനിക യുഗത്തിൽ കുട്ടികളോട് ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങേയറ്റം പരിഹസിച്ച് ചിരിക്കത്തേ ഉള്ളൂ. അപ്പം ബദർ യുദ്ധ വേളയിലാണ് ഞാൻ ഈ വായിച്ച കാര്യം അള്ളാഹു നബിയോട് പറയുന്നത്. നബി അള്ളാഹുവിനോട് യുദ്ധ സന്ദർഭത്തിൽ സഹായം അഭ്യർത്ഥിക്കുകയാണ്. ഒരു യുദ്ധവേളയിൽ നിന്നുകൊണ്ട് എന്തായിരിക്കണം ഒരു മഹാപുരുഷൻ, പുണ്യപുരുഷൻ സഹായം ദൈവത്തോട് ഉണ്ടെങ്കിൽ അഭ്യർത്ഥിക്കേണ്ടത്? യുദ്ധമേ പാടില്ല, യുദ്ധം ചെയ്യാനായി വന്നു നിൽക്കുന്ന എൻ്റെ ശത്രുവിൻ്റെ മനസ്സിൽ നീ മാറ്റമിടുക, അല്ലെങ്കിൽ എൻ്റെ മനസ്സിൽ നീ ശാന്തത തരുക എന്നല്ലേ പ്രാർത്ഥിക്കേണ്ടത്? ഇവിടെ എന്തു പറയുന്നു? നീ ഞങ്ങൾക്ക് മലക്കുകളെ അയച്ച് സഹായിക്കും. ഇതൊക്കെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇതിപ്പം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് IPH, ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ്, സ്റ്റുഡൻറ് സെൻറ്റർ, കോഴിക്കോട്. ഏത് വർഷമെന്ന് ചോദിച്ചാൽ ഈ പുസ്തകം പ്രിന്റ് ചെയ്ത വർഷം 2019 സെക്കൻഡ് എഡിഷനാണ്. 300 രൂപ വില ഞാൻ കൊടുത്ത് വാങ്ങിച്ചതാണ്. ഞാൻ കോഴിക്കോട് പോയപ്പോൾ വാങ്ങിച്ചതാണ്. ഈ ഒരു കേവലം ഒരു സത്യത്തോട് അടുത്തു നിൽക്കുന്ന ഒരു കാര്യം. ഇപ്പം യുദ്ധത്തെ വെറുക്കുന്നവരാണ് മനുഷ്യർ എങ്കിലും യുദ്ധങ്ങൾ, ഇപ്പം നമ്മൾ ഗാസയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, ഗാസയിൽ ഈ കിരാതന്മാരായ കുറേ മുസ്ലിങ്ങൾ, എല്ലാവരുമല്ല, കുറേ ഇസ്രയേലിൽ കയറി 1700 പേരെ കശാപ്പ് ചെയ്യുകയും കുട്ടികളെ കൊല്ലുകയും ചെയ്തു. തിരിച്ചടിക്കാൻ തുടങ്ങിയ മല്ലന്, തെമ്മാടിക്ക് നിർത്തി പോകാനാവുന്നില്ല. അവൻ കൊന്ന് ഹരം തീർക്കുകയാണ്. എനിക്കൊട്ടും മനസ്സിലാക്കാത്ത കാര്യം, ആയിരങ്ങളെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് പകരം വീട്ടുന്ന ഈ മനുഷ്യ മനസ്സ്, ഇതിന് കൂട്ടുപിടിക്കാൻ അമേരിക്കയും ലോകരാജ്യങ്ങളും ഒക്കെ. ഇന്ന് ഇസ്രയേൽ കാണിക്കുന്നത്, നല്ല ഭാഷയിൽ പറയുകയാണെങ്കിൽ, മനുഷ്യത്വരഹിതമായ രാക്ഷസീയ രൂപത്തിൻ്റെ പ്രതീകമാണ് ഈ നെതന്യാഹു. അവിടുത്തെ ചില മുസ്ലിങ്ങൾ ചെയ്തത് തെറ്റു തന്നെയാണ്. ആരെയും കൊല്ലാൻ പാടില്ല. 1700 നിരപരാധികളെ പകൽ വെളിച്ചത്തിൽ തന്നെ കൊന്നൊടുക്കി. അതിന് പകരം ചെയ്യുന്നത് 40,000 50,000 ആളുകളെ കൊന്നിട്ടാണെങ്കിൽ അവനും ഇവനും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവനൊക്കെ വിശ്വസിക്കുന്നത്
ലോകത്തെ ഏറ്റവും മഹത്തരമായ രണ്ട് മതങ്ങളിലാണ്, ഒന്ന് ഇസ്ലാം മതം, ഒന്ന് യഹൂദ മതം. എന്താണ് ഈ യഹൂദ മതം, എന്താണ് ഈ ഇസ്ലാം മതം? ഞാൻ ഇപ്പൊ തൊപ്പി വെച്ചു, ഇസ്ലാം ആകുമോ? തൊപ്പി ഊരിയാൽ ഇസ്ലാം അല്ലാതാകുമോ? ഇതൊക്കെ എന്തുകൊണ്ടാണ് മനുഷ്യർ മനസ്സിലാക്കാതെ പോകുന്നത്? യുദ്ധരഹിതമായ ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ നീങ്ങുക തന്നെ ചെയ്യും. ഇപ്പം ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട്. അതിൽ സെമിറ്റിക് മതങ്ങളിലാണ് യുദ്ധത്തിൻ്റെ പൂതി കൊതി ഇപ്പോഴും അടങ്ങാതെ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അതിൽ സെമിറ്റിക് മതമായതുകൊണ്ട് ജൂത മുസ്ലിം മതങ്ങൾ. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവാഹകരും മൊത്ത വിതരണക്കാരും കച്ചവടക്കാരും തിന്നികളുമാണ്. സമാധാനം തിന്നവർ. 5 നേരം സമാധാനം തിന്നില്ലെങ്കിൽ ഉറക്കം വരില്ല. പക്ഷെ യുദ്ധം അതിവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലോക ജനത യുദ്ധത്തെ അങ്ങേയറ്റം വെറുക്കുമ്പോൾ, അതിനോട് അങ്ങേയറ്റം പരമപുച്ഛമായി തന്നെ കാണുമ്പോൾ, അതിനെ ഇന്ന് സ്നേഹിക്കുന്നത്, സന്തോഷിക്കുന്നത്, കൊണ്ടാടുന്നത്, നിലനിർത്തുന്നത് ഈ മതങ്ങളുടെ പേരിലാണ്. അതിന് ജിയോ പൊളിറ്റിക്സും ഒരു കാര്യം എന്ന് ഞാൻ പറയാതെ പറയുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രവാചകൻ, ഈ പ്രവാചകൻ എന്ന് പറയുമ്പോൾ തന്നെ അതൊരു എന്താ പറയുക, ആളുകളെ ഊശിയടിക്കുന്ന, ഞങ്ങളുടെ നാട്ടിൽ പറയും ഊശിയടിക്കുക, കളിയാക്കുക. പ്രവാചകൻ ഇയാൾ എന്നാ പ്രവചിക്കാനാണ്? ഇയാൾക്ക് എന്നാ പ്രവചിക്കാൻ സാധിക്കും? ഇന്നൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ അവനെ പൊതുവിൽ ചോദ്യം ചെയ്യാൻ അനുവദിക്കുമെങ്കിൽ നമ്മൾ ചോദ്യശരങ്ങൾ കൊണ്ട് അയാളെ അരിഞ്ഞു വീഴ്ത്തും. ഇപ്പം മാതാ അമൃതാനന്ദമയി അവരിപ്പോൾ അതിശയങ്ങളൊന്നും കാണിക്കുന്നില്ല. കാരുണ്യ പ്രവൃത്തിയിൽ കൂടി ഇങ്ങനെ ആളുകളെ വശത്താക്കാനൊക്കൂ. സായിബാബ വരെ അതിശയങ്ങൾ കാണിച്ചിരുന്നു. മനുഷ്യന്റെ ജീവിതവും ദർശനവും രീതികളും ശാസ്ത്രവും കാലവും രാഷ്ട്രീയവും ഒക്കെ മാറി മാറി വന്നപ്പോൾ ഇതൊന്നും വിൽക്കച്ചരക്കായി പോയി എങ്കിൽ തന്നെയും മതങ്ങളുടെ കടകളിൽ ഇത് ഇന്ന് പരസ്യ ബോർഡോടുകൂടി വിൽപ്പനയ്ക്കുണ്ട് എന്നുള്ളതാണ് ഒരു വല്ലാത്ത സത്യം. അപ്പം ഒരു പ്രവാചകൻ, സ്നേഹദൂതൻ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ, ഇപ്പം അർജുനൻ കൃഷ്ണനോട് ചോദിച്ച ചോദ്യമുണ്ടല്ലോ, ഞാൻ ആരെ കൊല്ലണം? അമ്മാവനെ കൊല്ലണോ, ചിറ്റപ്പനെ കൊല്ലണോ, അനിയനെ കൊല്ലണോ, അളിയനെ കൊല്ലണോ? ഈ ദൈവമാണല്ലോ കൃഷ്ണൻ. ഈ ദൈവത്തിന് ബുദ്ധിയില്ല, സ്നേഹമില്ല, മനുഷ്യത്വമില്ല, തൊട്ടു തീണ്ടിയിട്ടേ ഇല്ല. അവൻ പറഞ്ഞു കൊല്ലുക, നിന്റെ ജോലിയാണ്, ജോലി കൊല്ലുക പോലും. ഇങ്ങനെ പറയാൻ ഒരു ദൈവത്തിന് നാണമുണ്ടാവില്ലേ? ഈ ദൈവങ്ങളുടെയൊക്കെ സ്വഭാവം ഇതാണ്. ഈ നമ്മുടെ ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം ഇന്നും വരച്ചു വെച്ച് ആരാധിക്കുമ്പോൾ ആയുധങ്ങളാണ്. ഇപ്പൊ ഞാനൊരു വാളും പിടിച്ച് തോക്കും പിടിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ എന്നാ വിചാരിക്കുക? എന്നെ കാണാൻ നിങ്ങൾ ഇഷ്ടപ്പെടില്ല. തോക്കെടുക്കുന്നവനെയും വാളെടുക്കുന്നവനെയും വടിയെടുക്കുന്നവനെയും നമ്മൾ മനസ്സുകൊണ്ട് വെറുക്കും. അത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമല്ല, ഒരു കാലഘട്ടത്തിന്റെയും ആവശ്യമല്ല. കിരാതനായ അസംസ്കൃതനായ മനുഷ്യന്റെ ലക്ഷണമാണ് വാള്. അപ്പം ഇന്ന് നമ്മൾ ഹിന്ദു ദൈവങ്ങളുടെയൊക്കെ പടങ്ങൾ വെച്ച് ആരാധിക്കുമ്പോൾ 10 തല, പാമ്പ്, വടിവാള്, ചക്രം, സൂര്യചക്രം, എന്താണിത്? വിശ്വാസം എന്ന് വരുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യന് കേവല ബുദ്ധി നഷ്ടപ്പെട്ടു പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം നമ്മൾ കഥയിലേക്ക് വരികയാണെങ്കിൽ, ബദർ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ പ്രവാചകൻ അള്ളാഹുവിനോട് മലക്കുകളെ അയക്കാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ പ്രവാചകൻ ചെയ്യേണ്ടിയിരുന്നത് യുദ്ധമില്ലാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം മലക്കിനെ അയക്കാൻ കഴിവുള്ള ഒരു ദൈവത്തിന് എന്തും കഴിവുണ്ട് എന്ന് വരുമെങ്കിൽ യുദ്ധമില്ലാതാക്കാൻ എന്താ പ്രയാസം? പ്രയാസമുണ്ട്. മനസ്സാണല്ലോ യുദ്ധം. അതല്ലേ നമ്മുടെ ഈ ഗീതയിൽ പറയുന്നത്, മഹാഭാരത യുദ്ധം മനസ്സിനകത്തെ യുദ്ധമാണ്, ഒന്നുമല്ല. അതൊക്കെ ഇന്ന് ആളുകളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയുന്ന വർത്തമാനം. വാളും
പരിചയം എടുത്ത് വെട്ടിയും കൊന്നും കുഴിച്ചുമൂടിയും അഹങ്കരിച്ചിരുന്ന മനുഷ്യനാണ്. സ്നേഹം ഇന്നുണ്ട് അന്നില്ല, അന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഇന്ന് ആയുധമണിഞ്ഞ ആളുകളുടെ ഫോട്ടോ, ഇപ്പം നമ്മുടെ പ്രധാനമന്ത്രി പലരെയും പല രീതിയിലൊക്കെ പലതും ഡാഷ് ഡാഷ് ഡാഷ്, എങ്കിലും അദ്ദേഹം ആയുധമണിഞ്ഞിട്ടുണ്ടോ? ആയുധമണിഞ്ഞ ഒരു പ്രധാനമന്ത്രിയോ ഒരു പ്രസിഡന്റോ ലോകമഹാസമ്മേളനത്തിൽ പങ്കെടുക്കാൻ അനുവദിക്കപ്പെടുമോ? അങ്ങനെ ഒരാൾ പങ്കെടുക്കുമെങ്കിൽ അയാളുടെ സ്ഥാനം സംസ്കാര ചിത്തരായ മനുഷ്യരുടെ ഇടയിൽ എത്രത്തോളം ആയിരിക്കും? അതുകൊണ്ട് ഈ ബദർ യുദ്ധവേളയിൽ നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത് ഭയാനകമായ ഒരു വർത്തമാനം എന്നല്ല ഞാൻ കണക്കാക്കുന്നത്. അമ്പേ അടൂർ ഭാഷിത്തരമെന്നല്ലാതെ എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. അപ്പം അള്ളാഹു നബിക്ക് സഹായം ഇറക്കിക്കൊടുത്തു പോലും. ഈ സഹായിക്കണമെങ്കിൽ എന്താ വേണ്ടത്? ഇപ്പൊ ഈ ഒരു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു യുദ്ധസന്നാഹങ്ങൾ, യുദ്ധത്തിന്റെ തലേ ദിവസത്തെ രാത്രി, യുദ്ധവേളകളിലെ രാത്രി, നഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ, മുറിഞ്ഞു വീഴുന്ന ഗബന്ധങ്ങൾ, ഒഴുകിച്ചോർത്തിരുന്ന രക്തപ്പുഴകൾ, ദുരിതത്തിൻ്റെയും സങ്കടത്തിൻ്റെയും സങ്കടപ്പെടുത്തലിൻ്റെയും വേദനയുടെയും, ഇത് ആരിഷ്ടപ്പെടും? ഒരു കാലഘട്ടത്തിൽ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിരുന്നു വെച്ചാൽ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ്. ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ തീർക്കാൻ സാധിക്കും, തീർത്തുകൊണ്ടിരിക്കുന്നു നമ്മൾ. ഇനി ഇതിനേക്കാൾ ഭംഗിയായി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പം ഞാൻ പ്രധാനമായി പറഞ്ഞു വരുന്നത്, ബദർ യുദ്ധവേളയിൽ നബി അള്ളാഹുവിനോട് മലക്കുകളെ ഇറക്കി ചോദിച്ചു എങ്കിൽ ആദ്യത്തെ കാര്യം പറയാം, ഇത് കള്ളക്കഥയാണ്. മൊത്തത്തിൽ മതക്കഥകളൊക്കെ കള്ളക്കഥകളാണ്, നടപ്പാകാത്ത കാര്യങ്ങൾ. ഇങ്ങനെ മനുഷ്യരെ പറ്റിക്കാൻ ഒരു ഉളുപ്പുമില്ലാത്തവന്മാരാണ് ഈ മതത്തിന്റെ പ്രവാചകന്മാരും മതത്തെ ഇന്ന് കൊണ്ടാടുന്ന പുരോഹിതവർഗവും. നിങ്ങൾ ഒരു മതപ്രസംഗം കേൾക്കാൻ പോയി നോക്കൂ. അവിടെ പറയുന്നതൊക്കെ ഇന്നത്തെ നമ്മുടെ കാലിക പ്രസക്തിയുള്ള വിഷയങ്ങളല്ല എന്ന് മാത്രമല്ല, നമ്മുടെ ബുദ്ധിക്ക് യോജിക്കാത്ത രീതിയിൽ എന്തോ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ആനക്കള്ളം തട്ടിവിടുന്ന ആളുകളായി ഇവന്മാര് അധപ്പതിച്ചിരിക്കുകയാണ്. ഈ വ്യാപാരം ഇങ്ങനെയൊന്നും മുന്നോട്ട് പോവില്ല എന്നാണ്. അതിന് തെളിവാണ് ഞാൻ ഇപ്പം മാതാ അമൃതാനന്ദമയിയുടെ കാര്യം പറഞ്ഞു. ആ സത്യസായി ബാബ ഭസ്മൊക്കെ, ഞാനും ഭസ്മം എടുക്കുമായിരുന്നു പണ്ട്. കൈ ഇങ്ങനെ കാണിച്ചിട്ട് ഭസ്മം എടുത്ത് കൊടുക്കുമായിരുന്നു. എനിക്കറിയാം വിദ്യ, അതൊക്കെ നിർത്തിയപ്പോൾ. അപ്പം ഇങ്ങനെ ആളുകളെ പറ്റിക്കാൻ ഇന്നും ആളുകൾ തയ്യാറാകുന്നു എന്ന് വരികിൽ, ബദർ യുദ്ധത്തിൽ മലക്കുകളെ അയക്കാനായിട്ട് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു എന്ന് നല്ല പുറംചട്ടയോടുകൂടി ഈ യുഗത്തിൽ അച്ചടിക്കപ്പെടുന്ന പുസ്തകവും അത് വാങ്ങിച്ചു വായിക്കുന്ന ആളുകൾ, ഈ വായിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് സംശയമുണ്ട് കേട്ടോ. ചില വിശ്വാസികളൊക്കെ വിശ്വാസം പ്രകടനപരമാണ്. ഇപ്പൊ തൊപ്പി വെച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളോട് പ്രകടിപ്പിക്കുകയാണ്, ഒരു സന്ദേശം പ്രകടിപ്പിക്കുകയാണ്. ഞാൻ ഇസ്ലാമിനെ വിമർശിക്കുമ്പോൾ, ഇസ്ലാം വസ്ത്രധാരം അണിഞ്ഞുകൊണ്ട് തന്നെ വിമർശിക്കുമ്പോഴുള്ള ഒരു കിക്ക്, ഒരു ഗും, അല്ലാതെ ഈ മണ്ണാങ്കട്ട തൊപ്പിയിൽ എന്തിരിക്കുന്നു? പിന്നെ മറ്റൊരു കാര്യം, ഞാനൊന്നും മുടി ചീകിയിട്ടില്ല, അതൊന്നും ഒളിപ്പിക്കാൻ കൂടിയിട്ടാണ് എനിക്കിന്ന് പനിയുടെ ഒരു ചെറിയ ലക്ഷണം. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ തൊപ്പി എടുത്ത് ഇട്ടത്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ഈ അള്ളാഹു, നബി, പ്രാർത്ഥന, യുദ്ധം എന്നൊക്കെ പൊതുവിൽ ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് തന്നെ വീണ്ടും പറയുന്നു, നിർത്താൻ വേണ്ടി പറയുന്ന വാക്ക്. മതത്തിന്റെ കഥകൾ, അള്ളാഹു, പ്രവാചകന്റെ ജീവിതം, പരിശുദ്ധി, യേശുക്രിസ്തു, ശ്രീകൃഷ്ണൻ കള്ളത്തരത്തിന്റെ കൂമ്പാരങ്ങളാണ്.
സത്യവുമായി യാതൊരു ബന്ധവും അതിനില്ലേയില്ല. ഇപ്പൊ സിനിമ കാണുമ്പോൾ നമ്മൾ രസിച്ചു കാണുമ്പോൾ അതിനകത്ത് കയറി ചോദ്യങ്ങൾ ചോദിക്കാറില്ലല്ലോ. അതുപോലെ സിനിമ പോലെ കണ്ടാൽ മതി നമ്മെ രസിപ്പിക്കാൻ. പക്ഷെ നമ്മെ പേടിപ്പിക്കാൻ വരുമ്പോഴാണ് നമുക്ക് മറുകൃതി ചവയ്ക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് മലക്കുകൾ ഇറങ്ങി വരുമ്പോഴും മലക്കുകൾ ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരു നബിയുടെ മനോഗതി എൻ്റെ നാട്ടിലെ പേരൂർക്കടയിൽ വലിയ ഒരു മതിൽക്കെട്ടും അതിനകത്ത് കുറേ പാവപ്പെട്ട ആളുകളുമുണ്ട്. സർക്കാർ ചെലവിൽ ഫുഡും കൊടുത്തും മരുന്നും കൊടുത്തും ഇട്ടിരിക്കും. അതെന്നേ ഞാൻ കണക്കിലാക്കൂ. അതിപ്പോൾ എനിക്കും വരാം, നിങ്ങൾക്കും വരാം. ഈ 1300 CCക്കകത്ത് വരുന്ന വ്യതിയാനങ്ങൾ, വ്യത്യാസങ്ങൾ ആരുടെയും കുഴപ്പമല്ല. നമ്മൾ ഈ പേരൂർക്കടയിൽ അവിടെ താമസിക്കുന്ന അന്തേവാസികൾ സമൂഹത്തിൻ്റെ അങ്ങേയറ്റത്തെ കൃപ അർഹരാണ്. അവരെ തീറ്റിപ്പോറ്റാൻ നാം ബാധ്യസ്ഥരാണ്. നമ്മെപ്പോലെ ജനിച്ചു വീണു ഇതിനകത്തുള്ള 1300 CCയിലെ കെമിക്കലുകളുടെ സന്തുലിതാവസ്ഥയിൽ വന്ന വ്യത്യാസമാണ് അവർക്ക് ഇങ്ങനെ ഒരു തോന്നലുകൾ ഉണ്ടാകുന്നതെങ്കിൽ ഈ 1300 CCയുടെ കുഴപ്പം തന്നെയാണ് മതങ്ങൾ, ജൽപ്പനങ്ങൾ, കള്ളക്കഥകൾ. താങ്ക് യു.